നമ്മുടെ നായകൻ മജീദുണ്ടല്ലോ, അവനിപ്പോ വലിയ കഷണ്ടിയായി പോയി. പൊങ്കുരിശ് തോമ, കണ്ണം പറയാൻ, മഴയെന്നാണു, എട്ടുകാലി മമ്മൂഞ്ഞ്, തുരപ്പന വറാൻ, ഒറ്റക്കണ്ണൻ പോക്കര്, ഡ്രൈവർ പപ്പുണ്ണി, കൊച്ചു തെരേസ്യ, ഷൈനവ, മണ്ടമുത്തബായും ഒക്കെ ഇവിടെ എവിടെയെങ്കിലുമൊക്കെ കാണും കേട്ടോ. ഇവിടെ നിന്ന് നേരെ കുറയാൻ ചെന്നാൽ രണ്ട് നദികൾ ഒന്നായി ചേർന്ന് ഉമ്മണി വലിയ ഒരു നദിയായി ഒഴുകുന്നത് കാണാം. കുട്ടിക്കാലത്ത് വീട്ടിലെ വാഴയുണ്ടല്ലോ, അതിനെ നാര് പൊക്കിയിട്ട് വീടിനാക്കി സംഗീതം കേൾക്കുമായിരുന്നു. ചുവന്ന മാങ്ങ ചുവന്ന മാങ്ങ ചുവന്ന മാങ്ങ മുന്നം കണ്ട് പൂതി വെച്ച് നിന്ന് മിശിരി തേറയുണ്ടെന്നാലും പൂതി തീർക്കും ഞാൻ നിൻ പൂതി തീർക്കും ഞാൻ നിൻ പൂതി തീർക്കും ഞാൻ നിൻ നഖങ്ങളാൽ നീ അന്നു തീർത്ത വേദന പൂവെല്ലാം ഏറെ ഇഷ്ടമാണു പൊന്നെ അന്നും ഇന്നും എന്നും അന്നും ഇന്നും എന്നും അന്നും ഇന്നും എന്നും. ഒന്നും ഇമ്മിനി വല്യൊന്നു പോലെയൊന്ന് ചേർന്നിടാനായൊന്ന് പൂതി വെച്ചു കൽബിൽ പൂതി വെച്ചു കൽബിൽ പൂതി വെച്ചു കൽബിൽ. കാലദോഷം ഇന്ന് നമ്മെ വേർപെടുത്തി പൊന്നേ നിന്റെ പൂമുഖം കണ്ടിട്ടെനിക്ക് പൂതി തീർന്നതില്ല പൂതി തീർന്നതില്ല. താമരപ്പൂങ്കാവനത്തില് താമസിക്കുന്നോളെ പഞ്ചവർണ്ണ പൈങ്കിളിയില് പങ്കിറങ്കുള്ളോളെ പങ്കിറങ്കുള്ളോളെ പങ്കിറങ്കുള്ളോളെ.
ഈ ലോകത്തിൻ്റെ ഏതോ ഒരു കോണിൽ അവൻ ഒളിച്ചിരിപ്പുണ്ടെന്ന് എനിക്ക് ഉറപ്പാണ്. ഞാനില്ലാതെ അവൻ്റെ ജീവിതം പൂർണ്ണമാകില്ലെന്നാണ് അവൻ എപ്പോഴും പറയാറ്. അവൻ വരും എന്നെ കൊണ്ടുപോവാൻ, ഈ നരകത്തിൽ നിന്ന് എന്നെ രക്ഷിക്കാൻ. വരില്ലേ മജീദേ? എവിടെ പോയി കിടക്കടി? മര്യാദക്ക് ഇവിടെ വന്ന് കിടന്നേ. ഊത്തിനിറങ്ങണ കയ്യാണ്. ഓർമ്മണ്ടല്ലോ അവർക്ക്. ഈ പോലെ വൃത്തിയാക്കി എൻ്റെ അപ്പുറത്തെ ജീവിതം കൊണ്ട് തീരും. വേഗം ഈ കള്ളി. അവിടെ എടുത്തോ? മുമ്പിലൊരാളിറങ്ങണ്ടല്ലോ. മാത്തോട്ടം 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 മാത്തോട്ടം. ചേച്ചി ഇറങ്ങാനുള്ള കൂടെ വരിട്ടോ. അതെ, PC റോഡ് എത്തിയ എന്ത്? ഈ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ വീട്ടിലേക്കുള്ള സ്റ്റോപ്പ് എത്താറായ? കുറച്ചുകൂടി കണ്ടു പോകണം. നിങ്ങളെട്ടാ? അതെ. നിങ്ങളവിടെ അടുത്താ? അല്ല, ഞാൻ ഹാർബറിന്റെ അടുത്ത. കുറെ കാലം ഗൾഫിലൊക്കെ. അല്ല, നിങ്ങൾക്ക് എന്താ പണി? ഞാൻ പല ജോലിയും ചെയ്തിട്ടുണ്ട്. ഇപ്പൊ കൽക്കട്ടയിലാണ്. അല്ല, നിങ്ങളിപ്പോ എന്തിനാ ബഷീറിന്റെ വീട്ടിലേക്ക് പോണേ? ഞാൻ ബഷീറിന്റെ വലിയൊരു ആരാധകനാണ്. അദ്ദേഹത്തിന്റെ എല്ലാ പുസ്തകങ്ങളും ഞാൻ വായിച്ചിട്ടുണ്ട്. കാലത്തിന് മുന്നേ സഞ്ചരിച്ച എഴുത്തുകാരനാണ് അദ്ദേഹം. വലിയ വലിയ കാര്യങ്ങളൊക്കെ അല്ലേ സാധാരണക്കാരായ കഥാപാത്രങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്നിട്ടുള്ളത്. മണ്ടൻ മുത്തപ്പ, ആനവാരി രാമൻ നായർ, കേശവൻ നായർ, സാറാമ്മ, മിണി ബല്യൊന്ന്. ചില്ലറക്കാരനല്ലോ. അല്ല, ഇത് മറന്നുപോയി. ഈ പോത്തിന്റെ ചോര ഇങ്ങനെ കുടിച്ചിട്ടല്ലേ എനിക്ക് ഇത്ര ചോക്ക്? കിങ്ങിണിയെ പൊരപ്പുറത്ത് എന്താക്ക? ഇങ്ങോട്ട് ഇറങ്ങ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, പ്രേമലേഖനം എഴുതാൻ വേണ്ടി കൂലിക്കാളെ വെച്ച കേശവൻ നായരും പിന്നെ സാറാമ്മയുടെയും കേശവൻ നായരുടെയും പ്രണയമൊക്കെ. അദ്ദേഹത്തിന്റെ ചില പ്രത്യേക ഭാഷാപ്രയോഗങ്ങളൊക്കെ ഉണ്ട് നമ്മൾ ഇപ്പോൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ പോലും.
ബഷീർ അന്ന് സങ്കല്പിച്ച പല കഥാസന്ദർഭങ്ങളും സാധ്യമാണോന്ന് എനിക്ക് നല്ല സംശയം. ഹലോ ബൈ, നിങ്ങളൊന്ന് നീറ്റ് എടുത്ത് ഓർക്ക് അവിടെ ഇരിക്കുക. നിങ്ങളൊന്ന് നീറ്റ് എടുത്ത് ഓർക്ക് അവിടെ ഇരിക്കാന്ന്. ബാക്കിൽ ലേഡീസ് സീറ്റ് ഉണ്ട്, അവിടെ ഇരുന്നോട്ടെ. നിങ്ങളൊക്കെ ചെറുപ്പക്കാരല്ലേ ബൈ, നിങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? ആരോട് പറയാനാ? അവിടെ ടിക്കറ്റ്സ് അവിടെ ടിക്കറ്റ് എടുത്താ. നമ്മൾ ആരോഗ്യമൊന്നും ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്കില്ല. ഇവിടെ ഇരുന്ന മോളെ. ഇപ്പോഴത്തെ പിള്ളേരൊക്കെ ഒരു കാര്യേ. അതെ അതെ. അല്ല, അപ്പൊ നിങ്ങൾ ആരാധന മൂത്തിട്ട് മൂപ്പത്തെ പൊല കാണാൻ പോവാ? പിന്നെ വേറൊരു കാര്യം കൂടി ഇട്ടാ. 2-3 ദിവസം മുൻപ് ഞാനൊരു സ്വപ്നം കണ്ടു. വലിയൊരു ആനപ്പുറത്ത് സുൽത്താൻ അങ്ങനെ പോവാണ്. വഴിയിലൊക്കെ കുറെ ആളുകൾ നിന്ന് കൈവീശി കാണിക്കണം. സുൽത്താൻ തിരിച്ചു, ഞാനും വഴിയിൽ നിന്ന് കൈവീശി കാണിച്ചു. എന്റെ തൊട്ടടുത്തെത്തിയപ്പോ സുൽത്താൻ എന്നോടൊരു ചോദ്യം. എന്താടാ മജീദ്, അനക്ക് സുഖാണോ? കൊറേ കാലായാലോ കണ്ടിട്ട്. ഒഴിവ് കിട്ടുമ്പോ വീട്ടിലേക്കൊക്കെ ഒന്ന് വാ. സ്പെഷ്യൽ ടീമാണല്ലോ. കഥയിലൊക്കെ കേട്ടിട്ടുള്ള ആ മാംഗോസ്റ്റ് മരം ഒന്ന് കാണണം. സോജ രാജകുമാരിയുടെ റെക്കോർഡ് പ്ലെയർ. നിങ്ങൾക്ക് എന്നുള്ള സ്ഥലമായിട്ട്. അല്ല, നിങ്ങളെ പേരെന്തേനു? മജീദ്. ആളിറങ്ങാണ്ടേ. കണ്ണനെ വിടറാ, ഓൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയാണ്. ഓൻ ലേറ്റ് ആവാൻ ചിലപ്പോ. ഇപ്പൊ ടിക്കറ്റ് ഇട്ടു പോയൊക്കെ എന്തായാലും. വയലാലിക്ക് എങ്ങനെ പോകാം? വയലാലിയോ? അല്ല, ഈ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ വീട്ടിലേക്കുള്ള വഴി അത് കുറച്ച് മുന്നോട്ട് ഒരു ഹോസ്പിറ്റലുണ്ട്, അവിടെ ഒരു ബോർഡ് ഉണ്ട്, അതിലേ പോയാൽ മതി. അതിലെ പോയാൽ മതി. ഓക്കെ. ഈ വണ്ടി എടുത്തു. കിങ്ങിണി, ഇങ്ങോട്ട് വാ. എത്ര നേരമായി അനക്കല്ല ഇത് എടുത്തച്ചിക്കണേ? വന്ന് തിന്ന്. അനക്കെടുത്തച്ചല്ല അത്. വന്ന് മേടിച്ചോളേ. മത്തി അയിലുണ്ട്, മത്തിണ്ട്, പിയാപ്പിളക്കാരുണ്ട്. ഏതാ വേണ്ടിയേ നോക്കിക്കോ. പൈസ ഉപ്പരോട് പറഞ്ഞാലേ ഒന്ന് വെക്കണേ. ഈ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ വീട്ടിലേക്കുള്ള വഴി ഏതാ? അപ്പൊ ഇവിടുത്തേരനല്ലേ? കുറച്ച് ദൂരം. അയില അങ്ങോട്ട് പോയിട്ട് ആ വളവ് തിരിഞ്ഞ് 4ാമത്തെ വീടാ. അതാ അതെ. അതെ. നിങ്ങൾ മജീദല്ലേ? നീ എന്താ ഇവിടെ? ഇവിടെയാണോ നിന്റെ വീട്? ഇവിടേക്കാണോ നിന്നെ കെട്ടിച്ചു വിട്ടത്? മജീദ് എന്താ ഇവിടെ? സുഹൃക്കറിയില്ലേ എന്റെ ഓരോരോ ഭ്രാന്തികള്. വൈക്കം മുഹമ്മദ് ബഷീർ വീട്ടിലേക്കൊന്ന് പോണം. അതോ? അതിവിടെ അടുത്താ. ഒരു കാര്യം ചെയ്യ്, മജീദ് വീട്ടിലേക്ക് വാ. ഞാനോ? വാ മജീദ്. വീട്ടിലേക്കോ? ഇങ്ങോട്ട് കേറ് മജീദ്. കാലം കൂടിയ സൂറ നിന്നെ കാണുന്നത്. കല്യാണം കഴിഞ്ഞപ്പോ നീ എന്നെ ശരിക്കും മറന്നുല്ലേ? ഞാനല്ലല്ലോ മറന്ന മജീദേ, ഈ അല്ലേ. അന്നെ എത്ര കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചതാണ്. എവിടാന്ന് പോലും ആർക്കും അറിയില്ല. ഒരുപാട് കഥകളുണ്ട് സൂറ. ഞാൻ ജീവിതം പഠിക്കുകയായിരുന്നു. ശരിക്കും ഈ എങ്ങോട്ടാ പോയത്? ഉമ്മ മരിച്ച വിവരം പോലും ഒന്നും അറിയിക്കാൻ പറ്റിയില്ല. എന്ത്
എന്തൊരു പോക്കായി പോയത് മജീദേ. ബാപ്പാന്റെ ബിസിനസ്സൊക്കെ പൊളിഞ്ഞോടെ ഞങ്ങളുടെ സ്ഥിതിയൊക്കെ വളരെ മോശമായി. അയൽവാസിയെ നിനക്കതൊക്കെ അറിയണല്ലേ. പിന്നെ കടം വാങ്ങാൻ ആ നാട്ടിൽ പിന്നെ ആരുമില്ലായിരുന്നു. കൂടാതെ ഉമ്മാന്റെ അസുഖം. അങ്ങനെ എല്ലാം കൂടി ഇരിക്കുമ്പോ ബാപ്പ മരിച്ചു. കടക്കാര് വീട്ടിൽ കയറി നിരങ്ങാൻ തുടങ്ങി. നാട് ഇവിടെ ഇല്ലാതെ പിന്നെ ഞാൻ എന്ത് ചെയ്യും സൂറ? കുറെ കറങ്ങി അങ്ങനെ കൽക്കട്ടയിൽ എത്തിപ്പെട്ടു. എന്നാലും ഇന്നൊന്നും ഓർത്തില്ലല്ലോ മജീദേ. വല്ലാത്ത സങ്കടം ഉണ്ട് കേട്ടോ. നാട്ടിൽ കാലുകുത്താൻ വയ്യാത്ത പോലെ കടക്കാരും ബന്ധുക്കാരും ഒക്കെ ശല്യമായിരുന്നു. എന്റെ നിലനിൽപ്പന്നെ ആ കോളായി. അതിനിടയിൽ നിന്നെ കൂടെ ഞാൻ എങ്ങനെ പോറ്റും സൂറ? എൻ്റെ അമ്മ മരിച്ച പിന്നെ മജീദിൻ്റെ അമ്മൻ്റെ കൂടെ തന്നെയായിരുന്നു ഞാൻ. നിനക്ക് സുഖല്ലേ സൂറ? പുയ്യാപ്പിള നിന്നെ നല്ലോണം നോക്കണില്ലേ? മൂപ്പർക്ക് എന്താ പണി? മൂപ്പര് ഇറച്ചിപ്പീടി നടത്താ കുറച്ചപ്പുറത്ത് അങ്ങാടിയിൽ. ആ, എന്നിട്ട് മജീദ് കൽക്കത്തയിലെ വിശേഷങ്ങൾ പറയും. ഞാൻ ചായ എടുക്കാം. ഇരിക്കട്ടോ. അല്ല, കൽക്കത്തയിൽ മജീദിന് എന്തെങ്കിലും പണി? ഞാൻ പല പണിയും ചെയ്തു നോക്കി. പത്രം വിറ്റിട്ടുണ്ട്, സൈക്കിൾ ഷോപ്പിൽ നിന്നിട്ടുണ്ട്, ഹോട്ടൽ പണി വരെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ കുറച്ച് രാഷ്ട്രീയവും ഒന്നും അങ്ങോട്ട് ഗുണം പിടിച്ചില്ല. മൂപ്പര് ദേഷ്യക്കാരനാണോ? ഫോട്ടോ കണ്ടിട്ട് അങ്ങനെ തോന്നുന്നു. ഞാൻ ചോദിക്കണമെന്ന് വിചാരിച്ചിരിക്കേനു, മജീദിന്റെ കാലിന് എന്താ പറ്റിയേ? ആ, അതൊരു ആക്സിഡന്റ്. ഒരു എല്ല് പൊട്ടി. ചെറിയൊരു ഓപ്പറേഷനൊക്കെ വേണ്ടി വന്നു. ഇപ്പോഴും മുഴുവൻ അങ്ങോട്ട് ശരിയായിട്ടില്ല. ഞാൻ ചായ തളച്ചോ നോക്കിയിട്ട് വരാം. കുടിക്ക്. സൂര്യ ഒരു ഗ്ലാസ് കൂടി എടുക്ക്. കുടിക്ക്. അപ്പൊ ഇതൊന്നും മറന്നിട്ടില്ലല്ലേ? നാരനേട്ടൻ്റെ കടയിലെ ചായയൊക്കെ അങ്ങനെ മറക്കാൻ പറ്റുമോ? അതിൽ പകുതി ഞാനല്ലേ കുടിക്കാറ്. സൂറ, നിനക്ക് സുഖല്ലേ? മൂപ്പര് നിന്നെ നല്ലോണം നോക്കണില്ലേ? സൂറ, നീ എന്തൊന്നും മിണ്ടാത്ത? ചോദിച്ചു കേട്ടില്ലേ? മൂപ്പര് നിന്നെ നല്ലോണം നോക്കുന്നില്ലേന്ന്? മജീദിനി അതൊന്നും അറിയണ്ട. അതെന്താ സൂറ? ഞാൻ അറിഞ്ഞ എന്താ? ശരിക്കും ദുഷ്ടന. പോത്തിനറക്കണ അതേ സ്വഭാവ പോരേലും. ശരിക്കും അടിക്കും. ചട്ടകം ചൂടാക്കി വെച്ചത് ഓരോ ദിവസം നോക്ക്. നിന്റെ വീട്ടിലേക്ക് പോക്കൂടെ?
അവിടെ ആവുമ്പോ എൻ്റെ ഉമ്മ ഉണ്ടല്ലോ അടുത്ത്. നീ വെറുതെ വിഷമിക്കണ്ട. പണ്ട് നീ പറഞ്ഞിട്ട് ഞാൻ മാങ്ങ പറിക്കാൻ കയറിയത് ഓർമ്മയുണ്ടാ? അന്നൊക്കെ എന്ത് അഹങ്കാരായിരുന്നു പെണ്ണിന്. മാവിൽ മുഴുക്ക മിശ്രായിരുന്നു. മാവിൽ കയറിയതും മിശ്രി അടിച്ചു. ഭാഗ്യം കൊണ്ടാ താഴെ വീഴാഞ്ഞത്. പിന്നെ നമ്മുടെ അഭിമാനം ഒരു പെണ്ണിന്റെ മുമ്പിൽ കളയാൻ പറ്റില്ലല്ലോ. ഭാസ്കര മാസ്റ്റർ കണക്ക് ക്ലാസ് നീ മറന്നിട്ടില്ലല്ലോ. അന്നത്തെ മണ്ടത്തരൊക്കെ ഇപ്പോഴും ഉണ്ടോ മജീദേ? ജീവിതം എന്നെ പലതും പഠിപ്പിച്ചു സുഹറ. ഒരുപാട് വൈകി. എനിക്ക് ആ വീട്ടിലൊന്ന് കയറി കണ്ടാ മതി. മജീദേ നീ പളാ. എന്നാ പിന്നെ എനിച്ചേ ഞാൻ ഇറങ്ങട്ടെ, എനിക്ക് വൈകുന്നേരത്തെ ഗുളിക കുടിക്കാനുണ്ട്. എന്നാ ശരി മാമുക്ക. നിങ്ങളെ പോലത്തെ ആൾക്കാരൊക്കെ വരുമ്പോഴാണ് ചാച്ചന്റെ കാര്യങ്ങളൊക്കെ ഓർമ്മ വരിക. എത്ര ആൾക്കാർ വന്ന് കയറി പോയ സ്ഥലമാണ് ഈ വയലാലിൽ. കള്ളന്മാർ, കൊള്ളക്കാർ, മുച്ചിട്ട് കളിക്കാർ, MF ഹുസൈനെ പോലത്തെ വലിയ വലിയ കലാകാരന്മാർ ഓരൊക്കെ വന്നിട്ടില്ല ഇവിടെ. അതൊക്കെ ഒരു കാലം. ഇത് ഒരു വീടല്ല, ഒരു പ്രപഞ്ചമാണ്. പാമ്പും കീരിയും വവ്വാലും കുറുക്കന്മാരും പക്ഷിമൃഗാദികളും ഒക്കെ ഉള്ള വേറൊരു ഭൂമിയാണിത്. മാമുക്ക, നിങ്ങൾ പണ്ട് എഴുതിയിരുന്നല്ലോ ചാച്ചന്റെ അടുത്ത് പണ്ട് വന്ന വിശേഷങ്ങളൊക്കെ. അതൊക്കെ ഒരു കാലം ഒന്നും ഒരിക്കലും മറക്കാൻ പറ്റില്ല. നമ്മൾ ഈ കല്ലായിലെ മരത്തിന്റെ പണിയും നാടകവും ഒക്കെ അല്ലേ, മുടിഞ്ഞ ദാരിദ്ര്യ കാല. അപ്പൊ പൈസക്ക് തിടുങ്ങുമ്പോൾ ഞാനിവിടെ വരും ബഷീർക്കൻ്റെ അടുത്ത്. അപ്പം ഇതിൻ്റെ നിർത്തും മട്ടമൊക്കെ കണ്ടാൽ തന്നെ മൂപ്പര് പഠിച്ചു കഴിഞ്ഞ് എന്നിട്ട് മെല്ലെ പോയി ചെക്ക് എടുത്തുകൊണ്ട് വന്നിട്ട് എഴുതും. ഒരു കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ മലയാളത്തിൽ ഒപ്പിട്ടാൽ പൈസ തിരിച്ചു കൊടുക്കണ്ട, ഇംഗ്ലീഷിലാണെങ്കിൽ കൊടുക്കണം. ചെക്ക് എഴുതുമ്പോൾ ഞാൻ നിന്ന് പ്രാർത്ഥിക്കലാണ്, പഠിച്ചോനെ മലയാളത്തിലായാൽ മതി എന്ന് ഒപ്പിടുന്നു. അത് മടക്കി തന്നെ നോക്കുമ്പോൾ മലയാളത്തിലാണ്. അൽഹംദുലില്ലാ രക്ഷപ്പെട്ട്. മാമുക്ക, ഈ മാംഗോസിൻ മരത്തിന് എഴുതാൻ കഴിഞ്ഞെങ്കിലേ വലിയ വലിയ നോവൽ തന്നെ എഴുതി പോയനെ. അത് സത്യ, എന്തെല്ലാം അനുഭവങ്ങളുള്ളതാ. എന്നാ പിന്നെ ഞാൻ വരട്ടെ. അനിഷ, ഒരാൾ വരുന്നുണ്ടല്ലോ. ആരായിരുന്നു? ബഷീർ ഖാന്റെ വീടെങ്കിലും കാണാന്ന് വിചാരിച്ചിട്ടായിരിക്കും. നിങ്ങൾ ആരാ? എന്റെ പേര് മജീദ്. കുറച്ച് ദൂരെ നിന്ന് വരിക. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. ഞാൻ ബഷീറിന്റെ വലിയൊരു ആരാധകനാണ്. എല്ലാ പുസ്തകങ്ങളും വായിച്ചിട്ടുണ്ട്. അപ്പൊ തുടങ്ങിയ ഒരു ആഗ്രഹമാണ് ഒന്നുകൂടെ വന്ന് കാണണം. എന്നാ പിന്നെ നിങ്ങൾ സംസാരിച്ചിരിക്കും, ഞാൻ എല്ലാം ഇറങ്ങാം. ആയിക്കോട്ടെ മാമുക്ക. ഓ എന്നാ വരി, അവിടെ ഇരിക്കാം. നിങ്ങൾ വരി. ഓ ഇരിക്കി. പോരാ. ശരി. നിങ്ങൾ വെള്ളം കുടിച്ചോളി. അല്ല, നിങ്ങൾക്ക് എന്താ ജോലി? എവിടുന്നാ വരുന്നത്? ഇവിടെ അങ്ങനെ കുറേ ആൾക്കാർ വരുന്നുണ്ടേ, അതുകൊണ്ട് ചോദിച്ചാട്ടോ. ഞാൻ കൽക്കട്ടയിൽ നിന്ന് വരികയാണ്. അവിടെയാണ് ജോലി ചെയ്ത് വരുന്നത്. ചെറുപ്പത്തിൽ ബഷീറിന്റെ കഥകളൊക്കെ എനിക്ക് വലിയ ഇഷ്ടമാണ്. ഗ്രാമഫോണും മാംഗോസ്റ്റിൻ മരവും ശരി, എല്ലാ കഥാപാത്രങ്ങളും എന്നെ സംബന്ധിച്ചിടത്തോളം ജീവനുള്ള ആളുകളാണ്. എന്നാ വരി.
രാജകുമാരി പാടിയ ഗ്രാമഫോൺ? അതെ അതെ. ഇതൊക്കെ സംരക്ഷിക്കപ്പെടണം. കഥാകാരന്റെ കയ്യൊപ്പ് പതിഞ്ഞ ഈ പേനയും കടലാസും എല്ലാം. ബഷീർ സ്മാരകം പൂർത്തിയായ ഇതൊക്കെ അങ്ങ് പോകും. ഓ, ഒറ്റ മിനിറ്റ്, ഇപ്പൊ വരാം. സോജാ രാജകുമാരി സോജാ സോജനെ തനഹായി സോജാ സോജാ രാജകുമാരി സോജാ. അതല്ലേ പ്രശസ്തമായ മാംഗോസ്റ്റി മരം? അതെ അതെ, അതിപ്പോ വല്ലാതെ വളർന്നു. ഒരുപാട് നന്ദി സാർ. ഇപ്പൊ പോലെ തിരിച്ചു പോകാനുള്ള ട്രെയിൻ കിട്ടും. എന്തായാലും ഇതൊക്കെ ഒന്ന് കാണാനായല്ലോ. ഒരു മിനിറ്റ് നിൽക്കട്ടാ.